ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ റൂട്ടീൻ കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഒരു കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണിൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു ദയനീയമായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള തുണിയൊക്കെ ഇട്ടിട്ട് പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങിൻ്റെ തിരക്കിൽ എല്ലാ സാധനങ്ങളും അത്യാവശ്യമൊക്കെ പുറത്തൊക്കെ നന്നായിട്ട് മെസ്സി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനും കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനായിട്ട് ഇരിക്കാനൊക്കെ ശ്രദ്ധിക്കും. പക്ഷെ ഇന്ന് എന്തായാലും അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതിൽ ഞാൻ എന്തായാലും കിച്ചണൊന്നും അങ്ങനെ ഒരുപാട് ക്ലീനൊന്നും ചെയ്യാതെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചൺ ക്ലീനിങ്ങിനും അതുപോലെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ കുക്ക് ചെയ്ത പാത്രത്തിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചെറിയ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഇടാണ് കേട്ടോ ചെയ്യാറ്. കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ നിന്നൊക്കെ നമ്മൾ മാറ്റിയിട്ട് ചെറിയ പാത്രത്തിലോട്ടൊക്കെ കുക്ക് ചെയ്തൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ വലിയ വലിയ പാത്രങ്ങളൊന്നും കഴുകാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പും കുറച്ച് ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് പാത്രം കഴുകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇതേപോലെ പാത്രങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പാത്രങ്ങളും ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കറിയും ഉപ്പേരിയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും അതുകൊണ്ട് ഇഡ്ഡലി പാത്രങ്ങളും അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളും ചായ കുടിച്ച ഗ്ലാസ്സുകളും അതുപോലെ തന്നെ നമുക്ക് ലഞ്ച് കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകാനായി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ ഡപ്പകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓരോന്ന് 2-3 ആവണ സമയത്ത് നമ്മൾ അങ്ങനെ കഴുകാൻ കേട്ടോ ഞാൻ ചെയ്യാറില്ലാതെ ഒന്നിച്ചിങ്ങനെ കഴുകാനായിട്ട് എപ്പോഴും എടുത്ത് വെക്കാറില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ചിലപ്പോൾ പഞ്ചസാര ഇല്ലെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ എന്താണെങ്കിലും തന്നെ അത് കൈയോടെ തന്നെ കഴുകിയിട്ട് അത് ഉണക്കിയതിന് ശേഷമാണ് ഞാൻ പുതിയ സാധനങ്ങൾ അതിലിട്ട് വെക്കാറ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കഴുകാനായിട്ട് ഉണ്ടാവില്ല. പിന്നെ ഗ്ലാസ് ബോട്ടിൽസൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഗ്യാസിന് മേലെ തന്നെയാണ് ഇത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവും. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള മെഴുക്കുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുമ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് ഇടാറാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഒന്നിച്ചിങ്ങനെ ഒരുപാട് ബോക്സസും ഒക്കെ കഴുകേണ്ട ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നമ്മൾ 2-3 കഴുകുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒരുവിധം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി 2-3 വലിയ പാത്രങ്ങളും കൂടി കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ ഒന്ന് കഴുകാൻ. ഇപ്പോൾ ഇന്നല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പാത്രം സിങ്കിലുണ്ടാവില്ല കേട്ടോ. രാത്രി തന്നെ ഞാനൊക്കെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാറ്. പക്ഷേ എന്നാൽ കൂടി രാവിലത്തെ തിരക്കൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേനും 3 ആൾ സ്കൂളിൽ പോകണം. പിന്നെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും അപ്പോൾ നമുക്ക് കുറച്ച് സമയങ്ങൾ വ്യത്യാസത്തിലാണ് ഇവർ 3 ആളും പോവാറ് സ്കൂളിലേക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് പിടിച്ച സമയമാണ് ഒരു 7 മണി മുതൽ ഒരു 9:30 വരെ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുക്കിങ്ങോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്തെങ്കിലും ടിഫൻ മാത്രം കൊടുത്തുവിടൊക്കെ ചെയ്യുന്ന സമയത്ത് രാവിലെ ഇത്രയ്ക്കൊന്നും ആവാറില്ല കേട്ടോ. ഇത് രാവിലെ തന്നെ കിച്ചണിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒന്നിച്ചാവണ സമയത്ത് കുറച്ചൊക്കെ മെസ്സി ആവാറുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കണം എന്നോ എന്ന് വിചാരിച്ചിട്ട് കൂടി ഞാൻ ഒരുപാട് ക്ലീനിങ്ങിനും പാത്രം കഴുകാനൊന്നും നിന്നിട്ടില്ല. എല്ലാ പാത്രങ്ങളും ചെയ്യണതൊക്കെ സിങ്കിൽ ഇട്ട് വെക്കാട്ടോ ചെയ്തതില്ലെങ്കിൽ ഞാൻ ഓരോ കഷ്ണങ്ങൾ വേവണ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിങ് സമയം എടുക്കണ സമയത്തൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. നമ്മളിങ്ങനെ ബോക്സസൊക്കെ കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തൂർന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ പാത്ര സ്റ്റാൻഡിലും എല്ലാതും അതാത് സ്ഥാനത്തൊക്കെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽ കിച്ചണൊന്നല്ല, സാധാ ഒരു കിച്ചണാണ്. എന്താ വെച്ചാൽ നമ്മൾ വീട് പണിതതല്ല, നമ്മൾ പണിത വീട് വാങ്ങിയതാണ് കേട്ടോ. അതും ഒരു പഴയ വീട് വാങ്ങിയതായിരുന്നു. പഴയ വീടെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അതിൽ കുറച്ച് മേക്ക് ഓവറൊക്കെ ഫ്രണ്ട് സൈഡൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് കിച്ചണിൻ്റെ സൈഡിലോട്ട് നമ്മൾ മേക്ക് ഓവർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട് സൈഡൊക്കെ നമ്മൾ പുതിയതായി പണിതാണ്. പിന്നെ കിച്ചൻ്റെ സൈഡിലോട്ട് നമ്മൾ പണ്ടത്തെ കിച്ചൺ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. പക്ഷെ നമുക്കത് ഒന്ന് മേക്ക് ഓവർ ചെയ്ത് എടുക്കണം എന്നുണ്ട്. പക്ഷേ അതിൻ്റെ എന്തോ സമയം നമുക്ക് ആയിട്ടില്ല. പക്ഷെ
ഒന്ന് കിച്ചണൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് എടുക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള സമയമാകുമ്പോൾ നമ്മൾ അതൊക്കെ കിച്ചണൊക്കെ ഒന്ന് മാറ്റി പണിയണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുവരെയ്ക്ക് ഞാൻ എൻ്റെ രീതിയിൽ തന്നെ കിച്ചണൊക്കെ ഒന്ന് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് കേട്ടോ ഇതുവരെയും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയിട്ട് ഓരോ ദിവസം വെക്കണതും അത് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ച് അതിൻ്റെ ഭംഗി ആസ്വദിക്കലൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും കിച്ചൺ നീറ്റായി വെക്കാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് എങ്ങനെ വെച്ചാലാണ് നന്നായിട്ടുണ്ടാവുക എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് കിച്ചണിൽ എപ്പോഴും നമ്മളെപ്പോഴും കൂടുതൽ നിൽക്കുന്നത് കിച്ചണിലാണല്ലോ, അതുകൊണ്ട് തന്നെ കിച്ചൺ എപ്പോഴും നന്നായിട്ട് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഒരുവിധം പാത്രം കഴുകി ഇതൊക്കെ എടുത്തു വെക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ള പണി നമുക്ക് ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗ എപ്പോഴും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഒരു പ്രാവശ്യം എന്തായാലും നമ്മൾ പാത്രം കഴിയണ ലിക്വിഡോ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചിടുകയാണ് കേട്ടോ എപ്പോഴും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റൗവാണ്, പക്ഷേ എന്നാലും ഇത് വാങ്ങിയിട്ട് എങ്ങനെ ഒരു 10 വർഷമൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോഴും പുതിയതുപോലെ തന്നെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഒരുപാട് ജേംസും അതുപോലെ പ്രാണികളും ഒക്കെ വരുന്നത് നമ്മളിങ്ങനെ മെസ്സി ആയിട്ട് ഇടുമ്പോഴാണ് കിച്ചണിൻ്റെ ഒരുപാട് പാറ്റകളും കൂറകളും ഒക്കെ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കിച്ചണൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നന്നായിട്ട് സോപ്പോ ലിക്വിഡൊക്കെ യൂസ് ചെയ്തിട്ട് കിച്ചണൊക്കെ ഒന്ന് നീറ്റ് ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. എന്തായാലും ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ സോപ്പോ ലിക്വിഡോ എന്തെങ്കിലും യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുമ്പോൾ ഗ്യാസ് സ്റ്റൗവൊക്കെ നന്നായിട്ട് ഓയിലിൻ്റെ മിഴുക്കൊന്നും ഇല്ലാതെ തന്നെ നല്ല നീറ്റായിട്ട് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവലോ ഇങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ പിടിക്കാൻ യൂസ് ചെയ്യുന്ന തുണികളൊക്കെ തന്നെ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ നന്നായിട്ട് അലക്കി വെയിലത്തിട്ട് ഉണക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എപ്പോഴും നമ്മൾ വില കൊടുത്തിട്ടൊന്നും ക്ലോത്ത്സ് ഒന്നും വാങ്ങാറില്ല. നമ്മൾ യൂസ് ചെയ്തിട്ട് പഴയതാവണ ഇങ്ങനെ കോട്ടൻ്റെ മെറ്റീരിയൽസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതുതന്നെയാണ് കിച്ചൺ ടവലായിട്ടൊക്കെ യൂസ് ചെയ്യാറ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം വരെ കിച്ചൺ ക്ലീൻ ആയിട്ട് കിടന്നോളൂ കേട്ടോ. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച പ്ലേറ്റ്സൊക്കെ മാത്രമേ കഴുകാനായിട്ട് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വൈകുന്നേരം വരുന്നവരെയും കിച്ചൺ നീറ്റായിരിക്കും. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിയണ ദിവസങ്ങളിൽ കിച്ചൺ രാവിലെ തന്നെ നീറ്റായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെയും കിച്ചൺ നീറ്റായിട്ട് തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബോക്സസും അതുപോലെ തന്നെ നമ്മൾ ഗ്രോസറീസൊക്കെ ഇട്ട് വെക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കഴിയുമ്പോൾ തന്നെ കഴുകിയിട്ട് ഉണക്കി നമ്മൾ വീണ്ടും നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒന്നിച്ച് നമുക്ക് ഇങ്ങനെ ബോക്സസൊക്കെ കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ 2-3 ഉള്ളത് തന്നെ അപ്പം തന്നെ ഇതിപ്പോൾ പഞ്ചസാര എന്തൊക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അപ്പം തന്നെ ഒന്ന് കഴുകിയിട്ട് ഉണക്കി വെക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് ഞാൻ പിന്നെ അത് ഫില്ല് ചെയ്തിടാറ്. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ മേലെ വെക്കുന്ന സ്റ്റാൻഡൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. കൈയോടെ തന്നെ സിങ്കും ഞാൻ എപ്പോഴും പാത്രം കഴുകി കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് സിങ്ക് നീറ്റായിട്ട് നമ്മൾ വൃത്തിയായിട്ട് സ്ക്രബ് ചെയ്ത് ഇടാന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം പാത്രം കഴുകുമ്പോൾ ഞാൻ സിങ്ക് വൃത്തിയായിട്ട് അപ്പം തന്നെ ഞാൻ തനിയൊരു സ്ക്രബ് അതിനായിട്ട് വെച്ചിട്ടുണ്ട്. പാത്രം കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ വേറെ സ്ക്രബ് യൂസ് ചെയ്തിട്ട് സിങ്കും കൂടി തേച്ച് കഴുകി വൃത്തിയാക്കിയിടും. അപ്പോൾ നമുക്ക് സിങ്ക് കാണാൻ തന്നെ ഒരു നീറ്റായിരിക്കും, എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവും ചെയ്യോട്ടോ സിങ്കൊക്കെ. അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പാത്രം കഴുകലും അതുപോലെ തന്നെ സിങ്ക് ക്ലീൻ ചെയ്യലും ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കിച്ചൺ കാണാൻ പോയൊരു സമാധാനമാണ്. ഇനി വൈകുന്നേരം വരെ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കണ കിച്ചൺ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു മിനിറ്റ് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അയ്യോ ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ അടുത്ത പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോൾ അതങ്ങനെ മാറി കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ തന്നെ നമ്മൾ വൃത്തിയാക്കിയിടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.